അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മക്രിൽ വെച്ചിട്ട് ഒരു കറി, മീൻ കറി. ഞാൻ പൊട്ടിച്ചു, ഇതാണ് അതിൻ്റെ പാക്ക് ഉണ്ടല്ലേ. ഇത് വെച്ചിട്ട് നമുക്കൊരു മീൻ കറി സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിലെടുത്തു, അതിൻ്റെ അകത്തേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി എടുത്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. എന്തെന്ത് ചെയ്യുക, അതൊന്ന് സെറ്റാക്കി എടുക്കുക. അപ്പം നമ്മൾ സെറ്റാക്കി ഏകദേശം മസാല നമ്മളൊരു ഉള്ളിൽ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വിധം നമ്മളെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ എന്ത് ചെയ്യണം, നമുക്ക് സെറ്റായിട്ട് കിട്ടുന്ന ടൊമാറ്റോ പ്ലസ് മക്രില് ഇതിനകത്തേക്ക് ഇടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതെടുത്തിട്ടു. കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മളിട്ടു. ഇനി നമ്മളെന്ത് ചെയ്യാം, നമ്മൾ റെഡിയാക്കി വെച്ച കുറച്ച് പുളിവെള്ളം ഉണ്ട്. അത് നമ്മൾ ഇത്തിരി കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ഒഴിച്ച് വറ്റിച്ച് എടുക്കാം. എത്തൊരു മീൻകറി വേണ്ടേ, മീൻകറി നമ്മൾ ഏകദേശം അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പുളിയും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചിട്ട് ഏകദേശം സെറ്റായിട്ട് കറി. പെട്ടെന്നുള്ള പരിപാടിയൊക്കെ വരുമ്പോൾ നമുക്കൊരു നല്ല മീൻകറി കൂട്ടാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈസിയാണ് റെസിപ്പി ഉണ്ടാക്കാൻ. ഏകദേശം സെറ്റായിട്ട് കുറച്ചും കൂടെ ഒന്ന് തിക്ക് ഗ്രേവി ആണല്ലോ, നമുക്ക് കുറച്ചും കൂടെ ഇത്തിരി വെള്ളവും പൊടിയും കൂടെ മിക്സ് ചെയ്യാം. അത് നല്ല ടേസ്റ്റി ആവും. പിന്നെന്ത് ചെയ്യുക, കുറച്ചൊന്ന് കട്ടിയാക്കാം. കുറച്ച് ടൊമാറ്റോ സൂപ്പ് ഉണ്ടല്ലോ, നമ്മുടെ കടകളിലൊക്കെ കിട്ടും. ഇവിടെ ടൊമാറ്റോ സൂപ്പ് ഇത് കിട്ടും. ഇത് കുറച്ച് ഒഴിച്ചെടുത്താൽ കുറച്ചുകൂടെ കട്ടിയാവും. അപ്പം നമ്മളെന്ത് ചെയ്യുക, ഞാൻ കുറച്ച് ടൊമാറ്റോ സെറ്റും കൂടെ ഒഴിച്ച് ഏകദേശം നല്ലൊരു ഫ്ലേവറായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സെറ്റായിട്ട് കേട്ടോ. നല്ല അടിപൊളി നല്ല അയിലക്കറി സെറ്റാണ്. ഈ ചോറിൽ നിന്ന് പിടിച്ച മുളകിട്ട കറി വെച്ച് പിടിച്ച സെറ്റായി മീൻകറി സെറ്റായി കേട്ടോ.